ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദി ബോർഡിംഗ് സ്കൂൾ ലാസ്റ്റ് കംപ്രസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ അമ്മയാണെങ്കിൽ കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് പുറത്തേക്ക് എങ്ങനെയൊക്കെ കിടക്കണം, അതങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് അവൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ഓടുന്നത് കേട്ടോ. അപ്പോൾ ഇവളുടെ ആ ഒരു ഓളിടുന്ന ശബ്ദം കേട്ടിട്ട് കാർ തുറന്ന് പുറത്തിറങ്ങുന്നത് ഇവളുടെ പ്രിൻസിപ്പളും, അതായത് നമ്മുടെ ബോർഡിംഗ് സ്കൂളിലത്തെ പ്രിൻസിപ്പളും അവിടുത്തെ ഫിസിക്കൽ ട്രെയിനറുമാണ് കേട്ടോ. ഇവൾ പെട്ടെന്ന് തന്നെ കാടിനകത്തേക്ക് തിരിച്ച് ഓടുന്നുണ്ടെങ്കിലും മാരിയോ വന്നിട്ട് ഇവളെ പിടിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. മാനുവൽ എവിടെയെന്ന് നമ്മുടെ പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ അമ്മയെ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അവൻ ഒരു എഡ്ജിൽ നിന്ന് താഴേക്ക് വീണു, ഒരാൾ അവനെ എടുത്തു കൊണ്ടുപോയി ബേർഡിൻ്റെ മാസ്ക് വെച്ചിട്ട്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല, ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുകയാണ്. പക്ഷെ ആരും ഇവിടെ വിശ്വസിക്കുന്നില്ല. പ്ലീസ് അവനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മുടെ അമ്മയെ കിടന്ന് ഓളിയിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മയെ പണിഷ്മെൻറ്റ് റൂമിൽ ഇട്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്തുള്ള പണിഷ്മെൻറ്റ് റൂമിൽ നമ്മുടെ പോളും ഉണ്ട് കേട്ടോ. ഇന്നലെ ഇവരെ ഹെൽപ്പ് ചെയ്തതിന് പോളിനെ പിടിച്ചിട്ടുള്ളതാണ് പണിഷ്മെൻറ്റ് റൂമിൻ്റെ ഉള്ളിൽ. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും വർക്കൗട്ടും ജിമ്മും ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടയിലാണെങ്കിൽ അത്യാവശ്യം നല്ല ടെൻഷനിലാണ്. കാരണം അവളുടെ ബ്രദറാണ് പണിഷ്മെൻറ്റ് റൂമിൽ കിടക്കുന്നത്. അപ്പോൾ ഇവള് കാരണം കൂടിയാണ് അവൻ പെട്ടുപോയത്. ആണെങ്കിൽ ഇവനെയും ബ്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം പെട്ടെന്ന് പ്ലാൻ ചേഞ്ചായി, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, മാനുവലിനെ കാണാതെയതിന്. ഓളാണെങ്കിൽ മാനുവലിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ പറയുന്നുണ്ട്, ഇന്നലെ എഡ്ജിൻ്റെ അവിടെ വെച്ചിട്ട് അവൻ താഴേക്ക് വീണു, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു റേവൻ മാസ്ക്, അതായത് ഒരു ക്രോഡ മാസ്ക് വെച്ചിട്ട് ഒരാൾ വന്നിട്ട് അവനെ എടുത്തു കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പറയുമ്പോൾ നമ്മുടെ പോള് പറയുന്നുണ്ട്, നീ പറയുന്ന മണ്ടത്തരം ഒരാളും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടത് സത്യമാണ്, ഞാനല്ലേ അത് കണ്ടതെന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിൽ കയറിയതിന് ശേഷം നമ്മുടെ അൽബ വന്നിട്ട് ഈ എക്സഹോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ലൂയിസ്, അതായത് ആ ബാക്കിൽ നിൽക്കുന്ന ആൾ, ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ജനീറ്റർ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ പോലത്തെ ഒരാളാണ്. അയാൾ പറയുന്നുണ്ട്, അല്ല അൽബ, നീ ഇന്ന് ലേറ്റ് ആയോ സ്കൂളിൽ പോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അൽബ അങ്ങനെ അവളുടെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവൾ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ കാടൊന്നും അവൾക്ക് തീരെ പേടിയില്ല. സ്കൂളിൻ്റെ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് തിരിയുമ്പോഴാണ് വേറൊരു ജീപ്പ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാരിയ മെൻഡോസ ആണ് കേട്ടോ. ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐനീസിൻ്റെ അച്ഛനാണ് ഡാരിയോ മെൻഡോസ. അപ്പോൾ തലേ ദിവസം ഇവിടെ നിന്ന് 2 പേരെ കാണാതെയായി. അതിലൊരാൾ തിരിച്ചു വന്നു, ഒരാളെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എവിടെയാണ്. അപ്പോൾ അതൊക്കെ കാരണം ഇങ്ങോട്ട് ഇത് അന്വേഷിക്കാനും സംസാരിക്കാനും വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഡാരിയോ. മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഡാരിയോ അതായത് ഐനിസിൻ്റെ അച്ഛനെ ഈ സ്കൂളിൻ്റെ മേലെ ഒരു പിടിപാടുണ്ടെന്ന്. ജസ്റ്റ് ഒരു പിടിപാടല്ല, ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണർ എന്ന് പറയുന്നത് ഡാരിയോ മെൻഡോസ ആണ് കേട്ടോ. ഇനി തൊട്ട് ഇങ്ങനെ നമുക്ക് മിസ്റ്റർ മെൻഡോസ എന്ന് വിളിക്കാം. ഇത്രയും ആൾക്കാരുടെ മൂക്കിൻ്റെ തുമ്പത്ത് നിന്നാണ് ഈ 2 പിള്ളേർ ചാടിപ്പോയത്. അപ്പോൾ ഇവിടുത്തെ സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെ കുറവാണ്. ഇവരുടെ ഫാമിലിയും പാരൻസൊക്കെ നമ്മളെ ഈ പിള്ളേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഇങ്ങേര് പറയുന്നത് കേട്ടോ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൽവിറ ഈ ഡാരിയോനോട് വന്ന് പറയുന്നുണ്ട്, പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചാടി പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സിസ്റ്റം ഭയങ്കര ഹാർഷാണ്, അതുകൊണ്ടാണെന്ന് പറയാണ്. നമ്മുടെ ഡാരിയോ മെൻഡോസ പറയുന്നുണ്ട്, ഈ പിള്ളേരൊന്നും സാധാരണ പിള്ളേരല്ല, ഇവരെ വീട്ടിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് വീട്ടുകാർ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മളും ഹാർഷായിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഈ പിള്ളേർക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ ഡാരിയോ. അപ്പം നമ്മുടെ ഫാദർ ഏലിയാസ് പറയുന്നുണ്ട്, ഈ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ, അതായത് ഇത്ര ഹാർഷായിട്ട് പിള്ളേരോട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേർ ഇവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടപ്പെടും എന്ന് പറയുകയാണ്. അപ്പോൾ ഡാരിയോ പറയുന്നുണ്ട്, ഈ പിള്ളേരുടെയൊക്കെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വീട്ടുകാർ അവരെ ഇവിടെ നിർത്തിയിരിക്കണേന്ന്. ആദ്യം അത് പോയി നോക്കിയിട്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറയുകയാണ് കേട്ടോ നമ്മുടെ ഏലിയാസ് അച്ഛനോട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ അമേയേനെയും പോളിനെയും പണിഷ്മെൻറ്റ് റൂമിൽ നിന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ. അവരുടെ പണിഷ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജനീറ്ററായിട്ടുള്ള ലൂയിസ് വന്നിട്ടാണ് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഇവരെ ഡൈനിങ് റൂമിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ പുറത്ത് നമ്മുടെ പ്രിൻസിപ്പൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമേയ പ്രിൻസിപ്പൾ മാറേനോട് ചോദിക്കുന്നുണ്ട്, മാനുവലിനെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല, അപ്പോൾ മാനുവലിനെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാറ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അതെ, നമ്മുടെ പോളും അമ്മയും കൂടിയിട്ട് ഡൈനിങ് റൂമിലേക്ക് കയറുകയാണ്. അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ രണ്ടാളും ഡൈനിങ് റൂമിൽ കയറി. ഇനി പണിഷ്മെൻറ്റ് കഴിഞ്ഞ് വന്ന ഒരു പ്ലഡ്ജ് ഉണ്ടല്ലോ അവർ പറയേണ്ടത്, അതങ്ങനെ പറയുകയാണ്. ബാക്കിയുള്ളവരും ഏറ്റു പറയുന്നുണ്ടത്. അമ്മയെ അങ്ങനെ പാസിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ പാസ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഉണ്ടായി, എന്താ ശരിക്കും സംഭവിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയൊന്നും അമ്മയെ കൊടുക്കുന്നില്ല. പക്ഷെ അമ്മയെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരുടെ കയ്യിലാണ് മൊബൈൽ ഉള്ളതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് പാസിനോട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഐനിസ് അവളുടെ കബോർഡിൽ നിന്ന് ബുക്സൊക്കെ എടുക്കുന്ന നേരത്ത് അമ്മയെ അങ്ങോട്ട് വന്നിട്ട് അവളുടെ ബുക്സൊക്കെ വലിച്ച് നിലത്തിടുകയാണ് കേട്ടോ. എന്നിട്ട് നിൻ്റെ മൊബൈൽ എവിടെ എന്ന് ചോദിച്ചിട്ട് ആ കബോർഡ് ഫുള്ള് മൊബൈൽ നോക്കുകയാണ്. ആണെങ്കിൽ നിൻ്റെ കഴിയുമ്പോൾ പറ എന്ന് മാത്രമേ നമ്മുടെ അമ്മയോട് പറയുന്നുള്ളൂ. ആ ടൈമിൽ പോളും അങ്ങോട്ട് എത്തുന്നുണ്ട്. തൊട്ട് പുറകെ നമ്മുടെ പ്രൊഫസർ പെലായോ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെലായോ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ ഐനീസ് എന്ന് ചോദിക്കുമ്പോൾ ഐനീസ് പറയുന്നുണ്ട്, ഇല്ല എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് നിലത്ത് വീണതാന്ന് പറയാണ്.
നമ്മുടെ അമ്മയെ വലിച്ചിട്ട ബുക്കൊക്കെ നമ്മുടെ പോൾ വന്നിട്ട് ഐനീസിന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ബുക്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ പോളിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുന്നത് കേട്ടോ. അതിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. കണ്ണിൻ്റെ സൈഡിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. മാത്രമല്ല കണ്ണൊക്കെ ഒരു വൈറ്റ് ടവലുകൊണ്ട് കവർ ചെയ്ത പോലത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അത് കണ്ട വഴിക്ക് നമ്മുടെ ഐനീസ് പോളിൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ കൂടി വാങ്ങി അവളുടെ കബോർഡിൽ വെച്ച് പൂട്ടുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഐനീസ് ആണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. കാരണം അവളുടെ ചെവിയുടെ ഉള്ളിൽ കുറേ പിള്ളേർ കരയുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ അമ്മയെ അവളുടെ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നതാട്ടോ കാണിക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ പുറത്തത്തെ ഒരു കോണ്ടാക്റ്റിങ് ഒന്നും തന്നെ നടക്കില്ല കേട്ടോ. ഇത് അമ്മയ്ക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. ഇത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് പോൾ ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ട് നമ്മുടെ അമ്മയ്ക്ക് ചുരുട്ടി എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയെ അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഫോൺ ഉള്ള സ്ഥലം നമ്മുടെ പോളിന് അറിയാമെന്നാട്ടോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ ഓക്കെ പറയാണ്. ഇവർ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഐനീസ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐനീസ് നോക്കുന്നുണ്ടെന്ന് നമ്മുടെ പോളും കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവരുടെ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഇടയിൽ നമ്മുടെ പോളിനെ വന്ന് ഹഗ് ചെയ്യാണ് കേട്ടോ. കാരണം ബ്രദർ ഇത്ര നേരം പണിഷ്മെൻറ്റ് റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം കാണിക്കുകയാണ് അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ. എന്നിട്ട് ഇടയിൽ ഒരു പേപ്പർ നമ്മുടെ പോളിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അങ്കിളിൻ്റെ കല്യാണം പാരീസിലാണ് നടക്കുന്നത്. അപ്പോൾ പാരീസിലേക്ക് ഇവിടെ നിന്ന് ഇവർക്ക് പോകാൻ പറ്റും. അപ്പോൾ അടയിൽ പറയുന്നത് നമുക്ക് ഇവിടുന്ന് പാരീസിലേക്ക് പോകണം, പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്, പാരീസിൽ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്നാണ് കേട്ടോ പറയുന്നത്. പോൾ പറയുന്നുണ്ട് മാനുവലിനെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, എവിടെയാണെന്ന് ഇതുവരെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ അടയിൽ മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊരു കാര്യത്തെക്കുറിച്ച് മാത്രമേ അവൾ പറയുന്നുള്ളൂ. അടയിലാണെങ്കിൽ അവളുടെ ബ്രദറിനോട് പറയുന്നുണ്ട് എനിക്കിവിടെ മടുത്തു, എനിക്കിവിടെ ഇന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അടയിലെ സങ്കടം കണ്ടിട്ട് പോൾ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പോളും നമ്മുടെ അടയിലും കൂടി സംസാരിക്കുന്നതൊക്കെ കുറച്ച് ദൂരെ നിന്ന് ഇവരുടെ ഫ്രണ്ട്സും കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നൊന്നുമില്ല, പക്ഷെ കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഐനീസിനെ ഒരു ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഐനീസിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഇവൾക്ക് പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവളുടെ മെമ്മറിയിലില്ല. അപ്പോൾ ആ മെമ്മറീസൊക്കെ തിരിച്ച് ഇവളിലേക്ക് വരുമോ എന്നൊക്കെ ഈ ഡോക്ടറും ഇവളുടെ അച്ഛനും കൂടി നൈസായിട്ട് റിസർച്ചിങ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉള്ള ഡോക്ടറാണ്. ഇവിടെ ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടറാണ്. മെയിനായിട്ട് ഈ ഒരു ഡോക്ടറോട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഐനീസിൻ്റെ ആ ഒരു മെമ്മറിയുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക എന്നതാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ അച്ഛനാണ് ഈ ഒരു സ്കൂളിൻ്റെ ഓണർ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അതിൻ്റേതായ ചെറിയ പ്രയോറിറ്റി, അതായത് ഇടയ്ക്ക് ഇവൾക്ക് വീട്ടിലേക്ക് പോകാനൊക്കെ പറ്റും. ഐനീസ് വരച്ച ഏതെങ്കിലും ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഐനീസ് ഡോക്ടറോട് പറയുന്നുണ്ട് ഞാനൊന്നും വരച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ഡാരിയോ അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് നമ്മുടെ ഐനീസിനോട് പറയുന്നുണ്ട് മോളെ നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഐനീസ് പറയുകയാണ് എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയണം കേട്ടോ. അച്ഛൻ ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഐനീസ് പറയുന്നുണ്ട് എനിക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ ഹാപ്പിയാണ് എന്ന് പറയാണ്. എന്നിട്ട് തിരിച്ച് അച്ഛൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പുറത്ത് പോവാ കേട്ടോ. ഐനീസ് പോയതിന് ശേഷം ഡാരിയോ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഐനീസിൻ്റെ മെമ്മറീസ് തിരിച്ച് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അവൾ ഇവിടെ ഇനിയും നിൽക്കണം, ഇവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് അവൾ കുറച്ചുകൂടെ ഇടപെടണം, കുറച്ചുകൂടെ സോഷ്യലൈസ് ആവണം, വീട്ടിൽ മാത്രം നിന്നാൽ പോരാ എന്ന് പറയുകയാണ്. മെമ്മറീസ് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഇപ്പോൾ കുറവാണ്, ബട്ട് സൂൺ അധികം വൈകില്ല, പെട്ടെന്ന് തന്നെ കിട്ടുമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവരുടെ മ്യൂസിക് റൂം എന്നൊക്കെ പറയുന്നത് ലൈബ്രറിയുടെ ഒരു സൈഡിലൊക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ലിയോൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ ലിയോൺ എല്ലാവരെയും കൂടി അവരുടെ മ്യൂസിക് ആ പിയാനോ ഇരിക്കുന്ന ആ റൂമിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് നല്ലൊരു കീ നോട്ടൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. എനിസാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഈ സമയം നമ്മുടെ അമ്മയും പോളും നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത്യാവശ്യം കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരുണ്ടെങ്കിലും ഓരോ സ്റ്റുഡൻസിനും ഓരോ ദിവസങ്ങളിൽ ഓരോ ജോലിയുണ്ട്. വർക്കുള്ള സ്റ്റുഡൻസ് അവരുടെ യൂണിഫോം മാറ്റിയിട്ട് വർക്കേഴ്സിൻ്റെ ആ ഒരു യൂണിഫോം എടുത്തിടും. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേറെ പിള്ളേർക്കാണ് വർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അമ്മയും പോളും അവരുമായിട്ട് അവരുടെ യൂണിഫോം എക്സ്ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അമ്മയും പോളും വർക്കേഴ്സിൻ്റെ ആ യൂണിഫോം ഇടുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, വർക്കേഴ്സിൻ്റെ ഈ ഒരു യൂണിഫോം ഇട്ടാൽ മാത്രമേ ഇവർക്ക് കിച്ചണിലേക്ക് പോകാൻ പറ്റുള്ളൂ. കിച്ചണിലാണ് ഇവർക്ക് ആവശ്യമുള്ള ഫോൺ ഇരിക്കുന്നത്. ബാക്കി പിള്ളേരെല്ലാവരും പുറത്ത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് പോകുന്നത് പോളിൻ്റെ അനിയത്തി അടയിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവർ കിച്ചണിലെത്തിയ വഴിക്ക് സീലിയ അവർക്ക് വർക്ക് കൊടുക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ വരാൻ ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും സീലിയെ കാണാതെ ഇവർ കിച്ചണിൻ്റെ ബാക്കിലേക്ക് പോയിട്ട് പോലീസിനെ എമർജൻസി കോൾ ചെയ്യാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലൂയിസ് വന്നിട്ട് കോൾ കട്ടാക്കുകയാണ്. ഇത് ഞാൻ പ്രിൻസിപ്പളിനെ അറിയിക്കണമെങ്കിൽ ഇവിടുന്ന് പോകാനാണ് കേട്ടോ ഇവരോട് പറയുന്നത്. ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല കേട്ടോ. അവൾ തിരിച്ച് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നീയും, അതായത് ലൂയിസും ഇവരുടെ PT മാസ്റ്റർ മാരിയോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൾ അറിയണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് കോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെറിയ രീതിയിൽ.
ലൂയിസും മാരിയോയും തമ്മിലുള്ള റിലേഷൻ പുറത്തറിയുന്നുണ്ട് ലൂയിസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ ജോലി ഇവിടുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇവരോട് പറയാതെ ഇവൻ അവിടെ നിന്ന് പോവുകയാണ്.